ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര പ്രഭു കി ജയ്, ശ്രീ ആഞ്ജനേയ സ്വാമി കി ജയ്. ആരണ്യകാണ്ഡം. ബാലികേ ശുഖകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനീരത നിവൻ നിർമ്മലൻ നിരഞ്ജനൻ നീലധീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവുതൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച് സാരമായൊരു മുക്തിസാധനം തിസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതപറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശ മൗലി ഭഗവാൻ പരാപരൻ പ്രാലയാജലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതീ ഭക്തപ്രിയേ, രാമനാം പരമാത്മാവ് ആനന്ദരൂപൻ ആത്മാരാമൻ അദ്വൈനേകൻ അവ്യയൻ അഭിരാമൻ അത്രി താപസവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാരൊരു ദിനം. മഹാരണ്യപ്രവേശം തിഷുത്തായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. പുണ്ടരീകോൽഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിയിടം കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോട് ചൊല്ലി മാമുനിദാനം ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞരുളി ചെയ്തു മുനിതന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കഴിഞ്ഞങ്ങ് എഴുന്നള്ളിയിടണം അന്തികെ ശിഷ്യജനുമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം ചെന്നുതൻ പർണശാല ബുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാർ മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ ഇന്ന് അതികടപ്പതിൻ എന്തുപായങ്ങളുള്ളോ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും. ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട് നിങ്ങൾ കടന്ന് അങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമ സീതാ സമിത്രാത്മജന്മാരും മതഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ. ചില്ലീജങ്കാരനാഥമണ്ഡിതം സിംഹവ്യാഘ്രകല്യാതി മൃഗഗണാകീർണമാധവഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംബരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലക്കുകയും വേണം നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കേണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാം. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപലപുല്ല പുഷ്പേന്ദീവരശോഭിത മത്സ്യജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം വിരാധവതം. അന്നേരമാശുകാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. ഉദ്രൂതവൃക്ഷങ്കരാൾ ഉജ്ജല ദൃഷ്ടാനിതവക്ത്രഹരം ഘുരാകാരമാരുണ്യനേത്രം
വാമാംസസ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂല സിംഹ മഹിഷവരാഹാദി വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാനതു നേരം ഉത്താനം ചെയ്തു ചാപവാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായോരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു. ലഘുതരം സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക. ചിത്തമുറച്ചു കുമാര നീ വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തത് രാക്ഷസപ്രവരനും നിഷ്ഠൂരതരം അവൻ ഇട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ഇടിവിട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം ദുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നീതസ്ത ഭയം ചാപ തൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായ ഒരു നാരിയോടും ഉൾക്കരുത്തേറും അതിപാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താനിക്ഷാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമൻ എന്നെനിക്ക് പേരെന്നുടെ ഭഗ്നിവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്നു നാമം ഇവരും മത്സോദരൻ പൊക്കിതവനാന്തരം. ജനക നിയോഗത്താൽ രക്ഷോജതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയൻ രക്ഷിപ്പാൻ അറിക നീ. ശ്രുത്വാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്തൃവം പിളർന്നൊരു സാലവും പറിച്ചു വാങ്ങി. ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്ര ലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാൻ എന്നിഹധരിച്ചേ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ട് എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞിങ്ങാനും ഓടിപ്പോവിൻ. അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്തരം അടുത്തത് കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവം പിളർന്നതി സത്വരം നക്തഞ്ചരൻ അടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ ഇതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ അത് കണ്ടു ചിത്ത കൗതുകത്തോട് പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്തിച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഗൃണാകരം രാഗേന്ദുമുഖം ഭവഞ്ജനം ഭയഹരം. ഇന്ദിരാരമണം ഇന്ദീവരതളശ്യാമം ഇന്ദ്രാതിവൃന്ദാർഹവന്ത വന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരൻ രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രീഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രപിച്ചേനെന്നു നാദാം. സന്തതാമിനിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകണം. പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം. നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗ്യേന നമസ്കരിക്കായി വന്നിടൻ ഉത്തമ ഭക്തന്മാർക്ക് വൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായാത്മാരാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം. ദേവദേവീശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം.
ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല, എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുറ്റയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൊക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതമകന്നും മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗമന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായി ശരഭംഗമന്ദിരം പൊക്കാൻ. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷിതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദഭക്കാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനും അരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവ ബുദ്ധ്യാചരന്തപസാവകുതരമർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്കു തന്നിടിനേനദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്വേഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു പുണ്യവും നിങ്കലാക്കി എന്നെയെ ദേഹത്യാഗം ചെയ്യരുതെന്ന് തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നത് ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധരൻ യോഗേശനായ രാമതൻ പദം വണങ്ങിതാൻ ചിന്തിച്ചിടുന്നേൻ അന്തസന്തതം. ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദള ശ്യാമളം അംബോജാക്ഷം ചിരവാസസം ജഡാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമഗ്യമനോഹരം കരുണാരത്നാകരം. കുണ്ടഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധരൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയം ചെയ്തിടിനാർ പാകശാസനൻ പദാംബോജവും വണങ്ങിനാൻ. മൈഥില്യാസമിത്രിണാ തപസഗതി കണ്ടു കൗസല്യാതനേനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരും മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുക്കാൻ. മുനിമണ്ഡല സമാഗമം ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നത് കേട്ടു ചണ്ഡദീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവിതാനും മാമുനിമാരെ വീണ് നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് അഭോഗാനന്ദ വിശന്മാരായരുൾ ചെയ്താർ. നിന്നോട് തത്തം ഞങ്ങൾ അങ്ങ് അറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായി ഇത് ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഗ്രാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിടുവാൻ ഇന്ന് നൂനം. നാനാ താപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടും കൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാം അത്രയും മൂലമെന്തോന്നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാൻ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു. നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതോ നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യ പരവശിത്തനായോരു പുരുഷോത്തമനരുൾ ചെയ്തോ. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ടിയ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവം ചെയ്തു തത്ര നിത്യ സംപൂജ്യമാനായി വനവാസികളാൽ. തത്രൈവാമനി സപ്തമാശ്രമങ്ങളിൽ നന്ദിനിയോടും അനുജനോടും കൂടി സത്സംഗാർഗ ആനന്ദേന വസിച്ചു കഴിഞ്ഞത് വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമപ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യ താപസകുല ശിഷ്യ സഞ്ചയപൂർണം സർവത്തോ ഗുണഗണസമ്പന്നം അനുഭവം സർവകാലാനന്ദാനോദയമത്യുൽപദം സർവപാദബലതാകുൽപസങ്കുലസ്ഥലം സർവപാൽ പക്ഷി മൃഗഭുജംഗനിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായതെന്നു കേട്ടു ഒരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരഥൻ മുനി
സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നു സംബോധിച്ചരുളി നാൻ അർഘ്യപാധ്യാദികളാൽ ഭക്തി പൂണ്ട അശ്രുജലനേത്രനായി സകൽഗതം ഭക്തവത്സലനായി രാഘവനോട് ചൊന്നാൻ, നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കരമുഖ്യവന്യമാം പാദമല്ലോ നിൻ മഹാമയാർണവം കിടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. ത്വൽഭക്തവൃത്യവൃത്യനായി ഇടണം ഞാൻ ത്വൽപദാംബുജം നിത്യമുൾക്കാമ്പിൽ ഉദിക്കണം. പുത്രതാ ബുദ്ധ്യഭാര്യാർത്ഥ നില അന്ധകോപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടും എന്നെ. നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാം സാമേധ്യാന്ത്രബൽഘലപിണ്ഡമാകും ഗാത്രമോർത്തോളം അതികശ്മലം അതിങ്കലുള്ള സ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശനാ ഭവാൻ വാഴുക എന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജാവൃതന്മാരായ ജനങ്ങൾ തൻ മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല. തന്മന്ത്രജപവിമുഖന്മാരാം ജനങ്ങളെ തൻ മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപബലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശേഷാ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായമായ തൻ ഗുണങ്ങളാൽ രുദ്ര പങ്കജഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്ദൈവാഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോ ബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം സാധിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയൻ എന്നാകിലും സന്മയനായി പരബ്രഹ്മമായ രൂപമായി കർമ്മണം അഗോചരമായൊരു രൂപം. ത്വന്മായാവിഡംബനരചിതം മാനുഷ്യകം മന്മത കോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുഖബാണധരം സസ്മേര സുന്ദരമുഖമജ്നാംബരധരം. സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതപാദപങ്കജം നീലനീരത കളേബരം. കോമളം നദിശാന്തമനന്തം ഗുണവിരാമനാത്മാരാമനാനന്ദ സമ്പൂർണാമൃതം. പ്രത്യക്ഷമധ്യമേ നേത്രഗോചരമായോരു തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റേ. വന്ദിച്ചു കോപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദഹാസഭം പൂണ്ട് രാഘവനരുൾ ചെയ്തു, നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കൺമാനായി വന്നോ മുനെ. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ച് മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യന് വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായോജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാപതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ട് അത്യാഗ്രഹം എത്രയും ഉണ്ടെടുത്തതും അഗസ്ത്യാശ്രമം മുനേ. ഇത്തമ രാമോക്തി കേട്ടു ചൊല്ലി ഞാൻ സുതീഷ്ണമസ്തുതേ ഭദ്രമത് തോന്നിയത് തിന്നു ഞാൻ. കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വട്ടം എന്നെ വസിക്കണമെന്നിവിടെ നാം. ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടെൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. ഇത്തം ആനന്ദം പൂണ്ടുകരത്തെയും കഴിഞ്ഞപ്പോൾ ഉത്താനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം. പ്രീതരാമുനിയോടും ജനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാജ്ഞേ പോയി. ചെന്നതു രാമൻ ആശ്രമേ ജപം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും. വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യസല്ലാപവും ചെയ്തിരുന്നേരു ശേഷം അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവത്തോ ബലാകുസുമാട്ടിപാതബലതാ സമൃദ്ധം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാ പക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ചിന്തപൂർണം. നന്ദന സമാനമാനന്ദദാനാഢ്യം മുനിനന്ദന വേദധ്വനി മണ്ഡിതമനുപമം. ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോ
ഓരോതരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ട്. ഇവയല്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരുള്ളോർ ചൊല്ലുന്നു കാണന്തോറും. ആശ്ചര്യം ഓരോന്നിവ കണ്ടവരും ചെന്ന ശ്രമത്തിന് പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാഗതനായോരെന്നെ ഉണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവാകിയ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത സപ്തരംഗത്വാചാര്യ മന്ദിരം മുതാ നത്വാ തങ്കുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമ ഭക്ത സഞ്ജയവൃതം രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കാമഗസ്ത്യാമാത്മാരാമം മുനീശ്വരം. ആരൂഢ വിനയം കൊണ്ടാനാ ആനന്ദ വക്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാം ദേ നിൻതിർക്കഴലിന കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുൻപേ തന്നെ അകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രൻ രാമഭദ്രം തേ ഹൃദിസ്ഥിതം ഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലൻ രാം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ട് കാണാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമേതി രാമമന്ത്രവും ജപിച്ച ദിക്കോമളം കളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത സരവസമുത്തായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്തിയാ മുനിസത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം പാർത്തരുൾ ചെയ്താൻ. ഭദ്രന്തേ നിരന്തരമസ്തു സന്തതൻ രാമഭദ്രാമേ ദൃഷ്ട്യാചരമദ്ദീവാസമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാത്മം ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതോ ഭവാൻ. അദ്യവാസരം മമ സബലം അത്രയല്ല മത്തപസാബല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ട് ഭക്തിയാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഘാടാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗുഡപാതിചാംജിതനായി ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതശ്രവൻ നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യതൻ രാഘവനുടെ കരപങ്കജം അതിദ്രുതം സ്വാശ്രമം ജഗാമകൃഷ്ടാത്മനാമനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശേഷം രാമം പാദ്യാർഘ്യാസാസന മധുവർഗമുഖ്യങ്ങളും ആപാദ്യ സംഭോജ്യ സുഖമായോഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനെ കാന്തേ ചൊല്ലിയിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നതും മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല പരാപഹരണം ചെയ്തിടുവാൻ ഇന്നു തന്നെ സരസാസന സകലേശ്വരാ ദയാനിധേ. ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ അനന്തസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു സിജു ഞാൻ. ലോകസൃഷ്ടിക്ക് മുന്നമേകനായി അനന്തനായി ലോകകാരണൻ വികൽപ്പവാദി വിരഹിതൻ തന്നുടെ മായതനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടുതൽ ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമം അവ്യാകൃതം എന്നു പൊന്നിഷൽ വശാൽ. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും. വിദ്വാൻമാർ അവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നോ മഹത്തത്വം എന്നല്ലോ ചൊല്ലുവോം. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കൽ നിന്നുണ്ടായി വന്നോ പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്ഭേദികളെയും മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികൻ രാജസവും താമസം എന്നീ വണ്ണം വിദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായി ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നും മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകൻ ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി
സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പോ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യയോനിചാദികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. തന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ദാദാനാഭിയിൽ നിന്നുണ്ടായി. സത്തമാഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോളപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെപ്പോലെയായത് ഭവാൻ തൻ മഹാമായ രണ്ട് വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള വേദാഗ്യ വിദ്യ എന്നല്ലോ ചൊൽവോ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വളർത്തി ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ നിത്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങൾ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ തന്നെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചിറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൽഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. തൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതി കേവലജ്ഞാനമൂർത്തേ ശ്രീപരമണാത്മാരാമ കരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരംകിഞ്ചിൽ ചൊല്ലുവൻ ധരാവതേ. സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദജ്ഞന്മാരായ വിദ്വാത്മാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വികദർശന്മാരായി സദാ തൽഭക്തന്മാരായി നിവൃത്ത അഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചരൈകവരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദിസമ്പന്നന്മാരായി കാന്തേശമാധമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽക്കഥാശ്രവണേ രതിയുണ്ടാം. തൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ. ദയാനിധേ ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും ഉൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സബലമായി വന്നത് മമ ജന്മം. ഇന്ന് മൽക്രതുക്കളും വന്നിതു സബലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സബലമായി വന്നതോ മന്നേത്രവും. സീതയാ സർദം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ വണ്ണം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു. ഖഡ്ഗത്തോടും ആനന്ദവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരബോധമായ രക്ഷവംശം നിന്നാൽ ഭൂപതേ വിനിഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാത് ശ്രീനാരായണനായ നീ മായയോടും രക്ഷവധത്തിനും അർത്ഥനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കുപോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവ കാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വ ഇതിൽ സ്തോത്രസാരമഗസ്തി സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.